പട്ടാമ്പി ടൗണിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, പട്ടാമ്പി പാലത്തിലൂടെയുള്ള ഗതാഗത പ്രശ്നം പരിഹരിക്കുക, കൈവരി ഉടൻ നിർമ്മിക്കുക, പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പട്ടാമ്പിയിൽ പുതിയ പാലം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. കൽപ്പക സ്ട്രീറ്റിൽ നിന്നും ആരംഭിച്ച മാർച്ച് മേലെ പട്ടാമ്പി സിഗ്നലിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം BJP സംസ്ഥാന വക്താവ് ശ്രീപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാത്തത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ടാണെന്ന് ശ്രീപത്മനാഭൻ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്ന തരിപ്പണമായെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ എയിംസ് വരണമെങ്കിൽ എൻ്റെ നാട്ടിൽ സ്ഥലം അളക്കുന്നുണ്ട്. എത്ര ദിവസമായി അളക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി അളക്കാൻ തുടങ്ങിയിട്ട്, അളന്നിട്ട് കാര്യമല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ പൈസ കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് കേന്ദ്രത്തോട് ഇതാ വാങ്ങിയിട്ടുണ്ടെന്ന് പറയണ്ടേ, അതിന് പൈസ ഇല്ലല്ലോ. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സഹായിച്ച് പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും ഇവിടത്തെ തകരാറ് കാരണം നടക്കുന്നില്ല. അത് ഈ കേരളം മുഴുവനുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ധർണ, ഈ മാർച്ച് ഇതിവിടുത്തെ സാധാരണക്കാരന്റെ വിഷയമാണ്. ഇവിടെ പറഞ്ഞു ഒരു പട്ടാളക്കാരൻ മരണപ്പെട്ടു. ഒരു പട്ടാളക്കാരന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അയാൾക്ക് അതിർത്തിയിൽ കുഴപ്പം പറ്റിയില്ല, ഇവിടെ വന്നിട്ടാണ് കുഴപ്പം പറ്റിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര നാണം കെട്ട ഒരു ഭരണകൂടമാണ് ഈ സർക്കാർ. നന്നാക്കാൻ പൈസ ഇല്ല. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു തരിപ്പണമാണ്. 4 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ് കേരളം. കേരളത്തില് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പൈസ ഇല്ല. പൊളിഞ്ഞ റോഡ് നന്നാക്കാൻ പൈസ ഇല്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ല. ഇവരെന്താ പറഞ്ഞത്? 1600 കോടി 1600 രൂപയാ കേരളത്തിലെ ക്ഷേമ പെൻഷൻ. അങ്ങനെ ആരെയും കൊടുക്കുന്നുണ്ടോ? ഇവിടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് ഹരിയാന. 3000 രൂപ അവിടെ മാസം ക്ഷേമ പെൻഷൻ. സംസ്ഥാനത്തെ ഖജനാവ് ദൂർത്തടിച്ച് കാലിയാക്കുന്ന സംവിധാനമാണ് ഭരണകൂടം നടത്തുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടാമ്പിയിൽ മാത്രമല്ല ദുരിതമെന്നും കേരളത്തിലുടനീളം ദുരിതമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഇപ്പോൾ ദുരിത ഭരണമാണെന്നും ശ്രീപത്മനാഭൻ പറഞ്ഞു. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവ് ദൂർത്തടിച്ച് കാലിയാക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ റോഡുകൾ, പ്രധാനപ്പെട്ട റോഡുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. തൃശ്ശൂർ കുന്നംകുളം റോഡെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച റോഡാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ 66 പണി നടക്കുക. അപ്പോൾ ആ വഴിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഈ ദേശീയ ഹൈവേ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് തൃശ്ശൂർ കുന്നംകുളം ആ റോഡാണ്. ആ റോഡിലൂടെ പോകാൻ സാധ്യമല്ല. ബൈക്കുകാർക്ക് പോകാൻ സാധ്യമല്ല. വലിയ ലോറിക്കാർക്കും ബസ്സുകാർക്കൊക്കെ ഒരുവിധം പോകാം. നമ്മുടെ മുഖ്യമന്ത്രി പോയത് എങ്ങനെയാണെന്നറിയോ? പെരുമ്പിലാവുന്ന നേരെ ഷൊർണൂർ റോഡിന് കയറിയിട്ടാണ് തൃശ്ശൂർക്ക് പോയത്. മൂപ്പർ തന്നെ വഴിതിരിച്ചു വിട്ടത്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഏതാണ്? അതുകൊണ്ട് പട്ടാമ്പി മാത്രമല്ല, ഈ ദുരിതം കേരളമുണ്ട്. ഈ ദുരിതം കേരളം മുഴുവനുണ്ട്. കാരണം ഈ ദുരിതത്തിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. ഇതൊരു ദുരിത ഭരണമാണ്, ദുരന്ത ഭരണമാണ്. ഇവർക്ക് ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല. പരിഹാരം നമ്മൾ കാണും. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇവിടെ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് വരുമില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തുന്നു. അങ്ങനെ പറയാൻ നട്ടലുള്ള ഒരു പാർട്ടിയെ ഇന്ത്യയിലുള്ളൂ, അത് BJP-യാണ്. ഞങ്ങൾ പറഞ്ഞത് ചെയ്യില്ലെങ്കിൽ ഈ പണി നിർത്തി പോകുമെന്ന് ഞങ്ങൾ തന്റെ ഇടത്തോടെ പറയും.
നിയോജകമണ്ഡലം പ്രസിഡന്റ് VC സന്തോഷ് അധ്യക്ഷനായിരുന്നു. ബാബു പൂക്കാട്ടിരി, MP മുരളീധരൻ, ഗോപി പൂവക്കോട്, C അനിൽകുമാർ, ഷിജു തുടങ്ങിയ നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. വിവാഹമോ വിശേഷ